നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യൽ തുടർന്ന പോലീസ് ഡ്രൈവർ യദുവിനെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു. കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരോടൊപ്പം ഇരുത്തി യദുവിനെ ചോദ്യം ചെയ്യും. തർക്കത്തിനു ശേഷം CCTV മോണിറ്റർ പരിശോധിച്ചെന്നും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പങ്കില്ല എന്നുമാണ് സുബിൻ മൊഴി നൽകിയിരിക്കുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, സുബിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഇപ്പോൾ യദുവിനെ ഈ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്? നിലവിൽ ചോദ്യം ചെയ്തൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അതായത് ഈ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഏറ്റവും നിർണായകമായിരുന്നു ഈ ബസ്സിലെ മെമ്മറി കാർഡ്. ഇത് കാണാതെയുമായി ബന്ധപ്പെട്ട തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിലെ കണ്ടക്ടർ സുബിൻ, ഒപ്പം തന്നെ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇവരെ വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവർ ഈ സംഭവവുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ മെമ്മറി കാർഡ് ഏത് ഘട്ടത്തിൽ എങ്ങനെ ബസ്സിൽ നിന്ന് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന ഇവർ പോലീസിന് മൊഴി നൽകി. പിന്നാലെ ഈ KSRTCയുടെ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെ വിട്ടയക്കുന്നില്ലെന്ന് കാണിച്ച ഇവരുടെ ഭാര്യയും മകനും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി അനധികൃതമായാണ് കസ്റ്റഡിയിലെടുത്ത് ഉൾപ്പെടെ ഇവർ ആരോപിച്ചു. പിന്നാലെ ഇരുവരെയും വിട്ടയക്കുമെന്ന് പോലീസ് അനൗദ്യോഗികമായി വിവരം നൽകി. പക്ഷേ അതിനുശേഷമാണ് ഈ ബസ്സിലെ ഡ്രൈവർ യദുവിനെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിച്ചത്. ഈ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച നിലവിൽ ഈ സുബിൻ്റെയും ഒപ്പം ലാൽ സജീവിൻ്റെയും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. ഈ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ മെമ്മറി കാർഡ് കാണാതെയുമായി ബന്ധപ്പെട്ട ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, സൂചനയുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഉൾപ്പെടെ മനസ്സിലാക്കാമെന്നാണ് പോലീസിൻ്റെ നിലവിലെ ധാരണ. ഇതുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് പേരുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി പോലീസിന് ഒരു തരത്തിലുള്ള തുമ്പൽ ലഭിച്ചിരുന്നില്ല. കേസെടുത്ത ദിവസങ്ങൾ പിന്നിട്ടു. അത്തരത്തിലുള്ള വിമർശനം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലാണ് നിലവിൽ തമ്പാനൂർ പോലീസ് ഇത്തരത്തിൽ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നത്. എന്തായാലും ഈ മെമ്മറി കാർഡ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ കേസിലെ വളരെ നിർണായകമായൊരു കാര്യം കൂടിയാണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. യദുവിനെ കൂടി എത്തിച്ച് അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. എന്തായാലും ഈ കണ്ടക്ടർ സുബിനും ഒപ്പം ഈ ലാൽ സജീവും KSRTC സ്റ്റേഷൻ മാസ്റ്ററും തങ്ങളുടെ പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. യദുവും പോലീസിന് നൽകാൻ സാധ്യതയുള്ളൊരു മൊഴി മുമ്പ് ആവർത്തിച്ചത് തന്നെയാണ്. താൻ ബസ് ഈ ഡിപ്പോയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഘട്ടത്തിൽ, ഈ പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെ നഷ്ടമായി എന്നറിയില്ല എന്ന മൊഴി തന്നെയായിരിക്കും യദു ആവർത്തിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ശരി. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിന് പിന്നാലെ സസ്പെൻഷൻ നേരിട്ട IG P വിജയന് ADGP-ആയി സ്ഥാനക്കയറ്റം. വകുപ്പുതല നടപടി അവസാനിച്ചതോടെയാണ് സ്ഥാനക്കയറ്റം നൽകിയത്. പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, എപ്പോഴായിരിക്കും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക? പ്രവിത, എന്തായാലും 2023 മെയ്യിലായിരുന്നു പ്രധാനപ്പെട്ട എലത്തൂർ തീവെപ്പ് സംഭവം നടന്നത്. കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് റെയിൽവേ ട്രെയിനിൽ തീവെപ്പുണ്ടായത്. ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ പ്രതിയെ കണ്ടെത്തുന്നതിനെ തുടർന്നായിരുന്നു ഈ IG P വിജയനെ സസ്പെൻഷൻ ആവേണ്ടി വന്നത്. അതായത് ഈ പ്രതിയെ ATS മുംബൈ ATS സേനയും കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായാണ് പിടികൂടിയത്. തുടർന്ന് കേരളത്തിലേക്ക് എത്തിച്ച പ്രതിയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു IG P വിജയൻ അന്ന് സസ്പെൻഡ് ചെയ്തത്. അതിനെ തുടർന്ന് വകുപ്പ് തല അന്വേഷണം അദ്ദേഹത്തിനെതിരെ നടത്തി. പിന്നീട് 2023 നവംബറിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമോ മറ്റു വകുപ്പിന്റെ ഏതെങ്കിലും ചുമതലയോ നൽകിയിരുന്നില്ല. അന്ന് വകുപ്പ് തല അന്വേഷണം നടക്കുന്നൊരു സാഹചര്യത്തിലായിരുന്നു മറ്റ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ ചുമതല നൽകാത്തത്. തുടർന്ന് ഇന്ന് ഈ വകുപ്പ് തല അന്വേഷണം അവസാനിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് അന്ന് തടഞ്ഞു വെച്ചിരുന്ന സ്ഥാനക്കയറ്റം ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഒപ്പം IG ആയിരുന്ന അദ്ദേഹത്തെ ADGP-ആയി സ്ഥാനക്കയറ്റവും നൽകി. ഈ വകുപ്പ് തല നടപടി ഇപ്പോൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. പ്രവിത. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മേൽമുറിയിൽ പാറമടയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. പാറമടയ്ക്ക് സമീപത്ത് ബന്ധുവീട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയതാണ് കുട്ടികൾ. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഷഹദ്, കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടികളാണ്. എങ്ങനെയാണ് ഇവർ പാറമടയിൽ മുങ്ങി മരിച്ചത്? എന്താണ് ഇതിനിടയായ സാഹചര്യം? വിവരങ്ങൾ.
പ്രവിത, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ പാറമടയിൽ വീണത് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. നിലവിൽ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ കുട്ടികൾ ബന്ധുക്കളുടെ വീട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു. ആ ഘട്ടത്തിലാണ് പാറമടയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ കൗതുകത്തിന്റെ പുറത്ത് കാണാൻ വേണ്ടി പോയതാകാം എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ കാലുവഴുതി ഇതിലേക്ക് വീണതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തലും നിലവിലുള്ളത്. 8ഉം 9ഉം വയസ്സുള്ള കുട്ടികളാണ് ഇതിൽ വീണിട്ടുള്ളത്. റഷ 8 വയസ്സ്, അതുപോലെ തന്നെ ദിയ ഫാത്തിമ 9 വയസ്സ് എന്നിങ്ങനെ ഈ 2 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക. മലപ്പുറത്ത് നിന്നാണ് സങ്കടകരമായ വാർത്ത വരുന്നത്. പാറമടയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. തിഹാർ ജയിലിൽ നിന്ന് 50 ദിവസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തെത്തുന്നതിന് കാത്തിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. സുനിത കെജ്രിവാൾ തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ കണ്ടു. തിഹാർ ജയിലിന് മുൻപിൽ നിന്ന് ആർ അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം വരുന്ന മണിക്കൂറിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ജയിൽ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവ് ജയിലിൽ എത്തിച്ചേർന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറിൽ ജയിൽ മോചനം ഉണ്ടാകും. എന്തായാലും ഉപാധികളോടുകൂടി തന്നെയാണ് ഇടക്കാല ജാമ്യം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ പോകാൻ പാടില്ല, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലും ഒപ്പിടരുത് എന്നുള്ള കർശന ഉപാധികൾ അത് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് മുൻപിൽ വച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ തിഹാർ ജയിലിന് മുൻപിൽ പ്രവർത്തകരുടെ സാന്നിധ്യമില്ല. പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറിച്ച് ആം ആദ്മി ഓഫീസിന്, ആസ്ഥാനത്തിന് മുൻപിൽ വലിയ രീതിയിലുള്ള ആഘോഷമാക്കി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു ജയിൽ മോചനം അത് മാറ്റിയിട്ടുണ്ട്. ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 5 വരെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ജൂൺ 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജൂൺ 5 വരെ അനുവദിക്കണമെന്നൊരാവശ്യം കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചെങ്കിലും അതിന് കോടതി തയ്യാറായില്ല. മറിച്ച് ജൂൺ 1 വരെയാണ് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ED പല കാര്യങ്ങൾ മുൻപോട്ട് നിരത്തിയെങ്കിലും അത് ഇവിടെ കോടതി പരിഗണിച്ചില്ല. മാത്രമല്ല, സോളിസിറ്റർ ജനറൽ മുന്നോട്ട് വച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കണം, അത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് പറയണമെന്നൊരു കാര്യം കോടതി മുന്നോട്ട് വച്ചപ്പോൾ കോടതി പറഞ്ഞത് അതിന് മറുപടി നിങ്ങൾ തന്നെ കൊടുത്താൽ പോരെ എന്നുള്ള ഒരു ഇടപെടൽ അത് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം സഞ്ജയ് സിംഗിന്റെ മോചനം അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ആം ആദ്മി വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഇന്ന് അവരുടെ പ്രധാന നേതാവാണ്, അവരുടെ പാർട്ടി അധ്യക്ഷനാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുവാൻ കൂടിയാണ് പാർട്ടി പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ഒപ്പം ജയിൽ കി ജവാബ് ഓട്സെ എന്നുള്ള പ്രചാരണ മുദ്രാവാക്യം അതിന് കൂടുതൽ കരുത്തേകുന്ന ഒന്നുകൂടിയായി ഇതിനെ മാറ്റുവാനും ആം ആദ്മി പദ്ധതി ഇടുന്നുണ്ട്. കാരണം വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളിൽ 4ഇടത്തും ആം ആദ്മിയും മറ്റു 3ഇടത്തും കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയിൽ മോചനത്തെ കൃത്യമായ പ്രചാരണമാക്കി ഉയർത്തിക്കൊണ്ട്, അതായത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊള്ളയായ വാദങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് ഒരു പൊള്ളയായ കേസാണെന്നാണ് ആം ആദ്മി പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂടുതൽ പ്രചാരണം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം അതുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. തിഹാർ ജയിലിന് മുൻപിൽ നിന്നും ക്യാമറമാൻ മോഹൻ കുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. വയനാട് തലപ്പുഴ ചിറക്കരയിൽ പശുക്കിടാവിനെ കടുവ കൊന്നു. പാരിസൺസ് ടീ എസ്റ്റേറ്റിലെ വയലിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചത്. ഒരാഴ്ചക്കിടെ 2 തവണ പ്രദേശത്ത് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, വയനാട്ടിൽ തുടർച്ചയായി വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കടുവയെ 2 തവണ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പിന്റെ ഇടപെടൽ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? പ്രവിത, ഈ ചിറക്കര തലപ്പുഴ പ്രദേശം അതിന് സമീപ പ്രദേശങ്ങളും വലിയ രീതിയിലുള്ള കടുവ ഭീതിയാണ് അപ്പോൾ നിലനിൽക്കുന്നത്. പശുക്കിടാവിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. അത്തിക്കാപ്പറമ്പിൽ AP അബ്ദുറഹ്മാന്റെ 8 മാസം പ്രായമുള്ള ഈ പശുക്കിടാവിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. ചിറക്കരയിലെ 5-ാം നമ്പർ പാരിസൺ എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലെ വയലിലാണ് ഈ പശുവിനെ കെട്ടിയിരുന്നത്. ഇവിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ കടുവ പശുക്കിടാവിന് 5 മീറ്റർ ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനുശേഷം നടത്തിയ തെരച്ചിലാണ് ഈ
ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണ ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നതാണ്. ഈ കടുവയെ കണ്ടതായുള്ള വിവരം പ്രദേശത്തോടെ വലിയ രീതിയിലുള്ള ഭീതി ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ തോട്ടം മേഖലയാണ്, തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ കടുവയെ കൂട് വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് മേഖലയിലുള്ളവർ ഉന്നയിക്കുന്നത്. ഈ കടുവയുടെ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ബേഗൂർ റേഞ്ച് ഓഫീസർ കെ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിക്കുമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്തായാലും ഇതിനെ കൂട് വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഈ മേഖലയിലുള്ള ഉന്നയിക്കുന്നത്. കാട്ടാനയും പന്നിയും കാട്ടുപോത്തും എല്ലാ ശല്യവും പ്രദേശത്ത് ഉണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രവിത, വയനാട് തലപ്പുഴ ചിറക്കരയിലാണ് പശുക്കിടാവിനെ കടുവ കൊന്നത്. ഇതിനു മുൻപും കടുവയെ പ്രദേശത്ത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. ക്യാമറ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തുടരുന്നു. കാലടി മരോട്ടിച്ചൂടൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 2 കാറുകളും ബൈക്കും ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? 4 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നല്ലോ. ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടുണ്ട്? പ്രവിധ, നിലവിലും ഗതാഗത കുരുക്ക് ആ മേഖലകളിൽ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ MC റോഡിൽ നിന്ന് പെരുമ്പാവൂർ ദിശയിലേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 3 കാറും ഒരു 2 വീലർ ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പരിക്കേറ്റ 4 പേരെ അങ്കമാലി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസ്സാര പരിക്കുകളാണ് ഉള്ളത്. പക്ഷേ ഇത് അപകട കാരണം എന്ന രീതിയിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഈ സർവീസ് റോഡിൽ നിന്ന് മറ്റു വാഹനം ഈ MC റോഡിലേക്ക് കയറുകയുണ്ടായി. ഇതിനെ വെട്ടിച്ചതാണ് ഈ അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുകയാണ്. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് മടവൂരിൽ യുവതിയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ആറാമ്പ്രം പുള്ളിക്കോത്ത് അനിതയാണ് മരിച്ചത്. കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, യുവതി തീ കൊളുത്തി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ, എന്താണ് പോലീസ് പറയുന്നത്? പ്രവിധ, നിലവിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് വരുത്തിയിട്ടില്ല. ഇന്ന് രാവിലെ കോഴിക്കോട് മടവൂരിന് സമീപത്തുള്ള ആരാമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ അനിതയും ഭർത്താവും കുഞ്ഞും ആണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. രാവിലെ ഭർത്താവ് പുറത്തുപോയ സമയത്താണ് ഇത്തരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ തീ ആളിപ്പടർന്ന് അനിതയുടെ ദേഹത്ത് തീ ആളിപ്പടർന്ന് മരണം സംഭവിച്ചിരുന്നു. പിന്നീട് നാട്ടുകാർ അറിയിച്ചത് പ്രകാരമാണ് കുന്നമംഗലം പോലീസ് ഇവിടേക്ക് എത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിധ ചോദിച്ചതുപോലെ തന്നെ എന്താണ് ഈ മരണകാരണം, ആത്മഹത്യക്കിടയാക്കിയ സംഭവം എന്നതിനെക്കുറിച്ച് നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി, അഭിജിത്ത്. തൃശൂർ ചേറൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉദ്യോഗസ്ഥൻ പിടിയിൽ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൃഷ്ണകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, തുടർച്ചയായി കൈക്കൂലി വാങ്ങുന്നയാളാണോ? ഇയാൾക്കെതിരെ പരാതി നൽകിയതാരാണ്? എന്താണ് വിവരങ്ങൾ? പ്രവിധ, ഈ വില്ലേജ് ഓഫീസിൽ ചെന്ന ROR സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്താൻ ഒരു പരാതിക്കാരൻ സമീപിക്കുന്നു. ആ സമയത്താണ് ഈ കൃഷ്ണകുമാർ എന്ന ഫീൽഡ് അസിസ്റ്റന്റ് 2000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. തുടർന്ന് ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് വില്ലേജ് ഓഫീസിൽ ഇത്തരത്തിൽ ഈ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. പിന്നീട് ഈ വിവരം പരാതിക്കാരൻ വിജിലൻസിന് കൈമാറിയതനുസരിച്ചാണ് ഇന്ന് രാവിലെ വിജിലൻസ് സംഘം ഉൾപ്പെടെ ഓഫീസിലെത്തുകയും വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഈ പരാതിക്കാരൻ രഹസ്യമായി ഈ പണം കൈമാറുന്നത്. ആ സമയത്താണ് കൃഷ്ണകുമാറിന്റെ പണവുമായി വിജിലൻസ് പിടികൂടുന്നത്. എന്തായാലും ഈ നേരത്തെയും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ചേറൂർ വിൽവട്ടം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ കൃഷ്ണകുമാർ ഇത്തരത്തിൽ 2000 രൂപ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. പ്രവിധ. തൃശൂർ ചേറൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉദ്യോഗസ്ഥൻ പിടിയിലായി. 7 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവ്. ബാലുശ്ശേരി സ്വദേശി മുഹമ്മദിനെയാണ് കൊയിലാണ്ടി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ.
പ്രവിധ 2021 ഈ സംഭവം നടക്കുന്നത്. അന്ന് 7 വയസ്സുണ്ടായിരുന്ന പെൺകുട്ടി വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബാലുശ്ശേരി സ്വദേശിയായ മുഹമ്മദ് എന്നയാൾ ഈ വീട്ടിലേക്ക് കയറി വരികയും കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തത്. ഈ പെൺകുട്ടി പിന്നീട് ഇക്കാര്യം തൻ്റെ പിതാവിൻ്റെ അമ്മയെ അറിയിക്കുകയും അവർ പോലീസിനോട് വിവരം പറയുകയുമായിരുന്നു. തുടർന്നാണ് ബാലുശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് നിലവിൽ കൊയിലാണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വിധി വരുന്നത്. നിലവിൽ ഈ 7 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതി 60,000 രൂപ പിഴയടക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി അഭിജിത്ത്. ജമ്മു കാശ്മീർ പൂഞ്ചിൽ വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ദിവസങ്ങളായി സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാശ്മീരിൽ തുടങ്ങിയിട്ട് എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജമ്മു കശ്മീരിൽ തുടർച്ചയായി ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് പൂഞ്ചിലെ സിനായ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിന് പിന്നാലെ തന്നെ സുരക്ഷാ സേന ഈ പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടി ഈ മേഖലയിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണ് ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും ഊർജിതമായി തെരച്ചിൽ തുടരുന്നു എന്നാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടെ ജമ്മു കശ്മീർ ഏറ്റുമുട്ടലിനിടെ 3 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഈ വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നു എന്നാണ് ജമ്മു കശ്മീർ പോലീസും സുരക്ഷാ വൃത്തങ്ങളും അറിയിക്കുന്നത്. പ്രവിധ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.